എവല്യൂഷൻ അഥവാ പരിണാമത്തെക്കുറിച്ചും നമ്മുടെ നെർവസ് സിസ്റ്റത്തെക്കുറിച്ചും ഒരു 10 മിനിറ്റിൽ സെറ്റാക്കി തരാം. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നമുക്കൊരു ചെറിയ കഥ കേൾക്കാം. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരന് ഭയങ്കരമായ ചുമയും കഫക്കെട്ടും വന്നു. ഡോക്ടർ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് ട്യൂബർകുലോസിസ് അഥവാ ടിബി ആണെന്ന് മനസ്സിലായി. ഡോക്ടർ കുറച്ച് ആന്റിബയോട്ടിക് മെഡിസിൻസ് കൊടുത്തു. 33 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അസുഖം പൂർണ്ണമായും മാറിയെന്ന് കണ്ടു. എന്നാൽ 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ അസുഖം ആ ചെറുപ്പക്കാരന് വന്നു. ഇത്തവണ പലതരം ആന്റിബയോട്ടിക് കൊടുത്തു നോക്കിയിട്ടും യാതൊരു മാറ്റവും ഉണ്ടായില്ല. 10 ദിവസത്തിനു ശേഷം അയാൾ മരിച്ചുപോയി. എന്തുകൊണ്ടാണ് രണ്ടാമത് മരുന്ന് കൊടുത്തപ്പോൾ ആ ബാക്ടീരിയ ചത്തുപോകാതിരുന്നത്? അവിടെയാണ് മ്യൂട്ടേഷൻ എന്ന പ്രോസസ്സ് നടന്നത്. ബാക്ടീരിയയുടെ DNA-യിൽ വന്ന മാറ്റങ്ങൾ കാരണം ആന്റിബയോട്ടിക് മരുന്നുകളെ ചെറുക്കാൻ അതിന് കഴിഞ്ഞു. ഇങ്ങനെ മരുന്നുകളെ ചെറുക്കാൻ കഴിവുള്ള ബാക്ടീരിയകളെ നമ്മൾ സൂപ്പർ ബഗ് എന്നാണ് വിളിക്കുന്നത്. ഇതൊരു തരം എവല്യൂഷൻ അഥവാ പരിണാമം തന്നെയാണ് കൂട്ടുകാരെ. നമ്മുടെ ചുറ്റുപാടും മാറുന്നതിനനുസരിച്ച് ജീവികൾ അവയുടെ ശരീരത്തിലും മാറ്റങ്ങൾ വരുത്തുന്നു. ഈ എവല്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് വിശദീകരിക്കാൻ ആദ്യമായി ശ്രമിച്ചത് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ലാമാർക്കിസം എന്ന് വിളിക്കുന്നു. ലാമാർക്കിന്റെ അഭിപ്രായത്തിൽ ജീവികൾ അവയുടെ ജീവിതകാലത്ത് ആർജിക്കെടുക്കുന്ന സ്വഭാവങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇതിനെ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയും. ഉദാഹരണത്തിന്, പണ്ടുകാലത്ത് ജിറാഫുകൾക്ക് ചെറിയ കഴുത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. താഴെയുള്ള പുല്ലുകൾ തീർന്നുപോയപ്പോൾ അവ മുകളിലുള്ള ഇലകൾ പറിക്കാൻ വേണ്ടി കഴുത്ത് നീട്ടി തുടങ്ങി. അങ്ങനെ നിരന്തരം ഉപയോഗിച്ചത് കാരണം അവയുടെ കഴുത്ത് നീളം വെച്ചു എന്നാണ് ലാമാർക്ക് വിശ്വസിച്ചത്. എന്നാൽ പിന്നീട് വന്ന സയന്റിസ്റ്റുകൾ ഈ തിയറി തെറ്റാണെന്ന് തെളിയിച്ചു. കാരണം ജീവിതകാലത്തുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ജനറ്റിക് സ്ട്രക്ചറിനെ ബാധിക്കില്ല. അതിനാൽ അത് അടുത്ത തലമുറയിലേക്ക് പോകില്ല. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് എവല്യൂഷൻ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാർവിനിസമാണ്. ചാൾസ് ഡാർവിൻ എന്ന സയന്റിസ്റ്റാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അഥവാ ഡാർവിനിസം കൊണ്ടുവന്നത്. അദ്ദേഹം HMS ബീഗിൾ എന്ന കപ്പലിൽ 5 വർഷം നീണ്ട ഒരു യാത്ര നടത്തി. അങ്ങനെ യാത്ര ചെയ്ത് അദ്ദേഹം സൗത്ത് അമേരിക്ക, ഗാലപ്പഗോസ് ഐലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നു. അവിടെ അദ്ദേഹം കുറേ ഫിഞ്ച് പക്ഷികളെ നിരീക്ഷിച്ചു. ഭക്ഷണത്തിന്റെ ലഭ്യതയനുസരിച്ച് ആ പക്ഷികളുടെ കൊക്കുകളുടെ ഷേപ്പും സൈസും പലതരമായിരുന്നുവെന്ന് ഡാർവിൻ മനസ്സിലാക്കി. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന അദ്ദേഹത്തിന്റെ ബുക്കിലാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. ഡാർവിനിസം പ്രധാനമായും ചില സ്റ്റെപ്പുകളിലൂടെയാണ് എവല്യൂഷൻ നടക്കുന്നത് എന്ന് പറയുന്നു. ഒന്നാമതായി ഓവർ പ്രൊഡക്ഷൻ, അതായത് എല്ലാ ജീവികളും പരിസ്ഥിതിക്ക് താങ്ങാൻ കഴിയുന്നതിലും കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. രണ്ടാമതായി വേരിയേഷൻസ്, ഒരുമിച്ച് ജനിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവർക്കിടയിൽ സൈസ്, ഇമ്മ്യൂണിറ്റി എന്നിവയിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണും. മൂന്നാമതായി സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, ഭക്ഷണത്തിനും താമസസ്ഥലത്തിനും ഇണകൾക്കും വേണ്ടി ഈ ജീവികൾ തമ്മിൽ വലിയ കോമ്പറ്റിഷൻ നടക്കും. നാലാമതായി സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ഈ കോമ്പറ്റിഷനിൽ അനുകൂലമായ വേരിയേഷൻസ് ഉള്ളവർ മാത്രം ജീവിച്ചുപോകും. പ്രകൃതി അവരെ തിരഞ്ഞെടുക്കുന്ന ഈ പ്രോസസ്സിനെയാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഡാർവിനെ ഈ തിയറി ഉണ്ടാക്കാൻ സഹായിച്ചത് തോമസ് മാൽത്തസ് എന്ന സയന്റിസ്റ്റിന്റെ ആശയങ്ങൾ കൂടിയാണ്. അതുപോലെ ആൽഫ്രഡ് റസൽ വാലസ് എന്ന ശാസ്ത്രജ്ഞന്റെ പഠനങ്ങളും ഇതിൽ വലിയ പങ്കുവഹിച്ചു. എന്നാൽ ഈ വേരിയേഷൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ഡാർവിന് കൃത്യമായി അറിയില്ലായിരുന്നു. പിന്നീട് സയന്റിസ്റ്റുകൾ ജെനറ്റിക്സ് പഠിച്ചപ്പോഴാണ് മ്യൂട്ടേഷൻ, ജെനറ്റിക് റീകോമ്പിനേഷൻ എന്നിവ വഴിയാണ് വേരിയേഷൻസ് വരുന്നത് എന്ന് മനസ്സിലായത്. ഡാർവിനിസവും ജെനറ്റിക്സും കൂടെ ചേർത്ത് നമ്മളതിനെ നിയോ ഡാർവിനിസം എന്ന് വിളിക്കുന്നു. പിന്നീട് പീറ്റർ ഗ്രാൻഡും റോസ്മേരി ഗ്രാൻഡും എന്ന ശാസ്ത്രജ്ഞർ ഗാലപ്പഗോസ് ഐലൻഡിൽ ഫിഞ്ച് പക്ഷികളെക്കുറിച്ച് വീണ്ടും പഠനം നടത്തി. BMP4 ജീൻ, ALX7 ജീൻ എന്നിവയാണ് ഫിഞ്ച് പക്ഷികളുടെ കൊക്കുകളുടെ മാറ്റത്തിന് കാരണമെന്ന് അവർ കണ്ടെത്തി. ഇനി നമുക്ക് സ്പീസിയേഷൻ അഥവാ പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്നതിനെപ്പറ്റി പഠിക്കാം. LUCA, MRCA എന്നിവ എവല്യൂഷനിൽ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഭൂമിയിലുള്ള എല്ലാ ജീവികൾക്കും കോമൺ ആയിട്ട് ഒരൊറ്റ ആൻസിസ്റ്റർ ഉണ്ടായിരുന്നുവെന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. അതിനെയാണ് നമ്മൾ LUCA അഥവാ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. അതായത് ബാക്ടീരിയ മുതൽ മനുഷ്യർക്ക് വരെയുള്ള ഏറ്റവും ആദ്യത്തെ പൂർവികൻ. എന്നാൽ MRCA അഥവാ മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസിസ്റ്റർ എന്നത് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. 2 അതിലധികമോ സ്പീഷീസുകൾക്ക് കോമൺ ആയിട്ടുള്ള ഏറ്റവും പുതിയ ആൻസിസ്റ്ററാണിത്. ഉദാഹരണത്തിന്, മനുഷ്യർക്കും ചിമ്പാൻസിക്കുമിടയിൽ ഒരു ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു. ആ ആൻസിസ്റ്ററാണ് മനുഷ്യന്റെയും ചിമ്പാൻസിയുടെയും MRCA എന്ന് പറയുന്നത്. ഒരു എവല്യൂഷണറി ട്രീ വരയ്ക്കുമ്പോൾ ബ്രാഞ്ചുകൾ പിരിഞ്ഞു പോകുന്ന പോയിന്റാണ് MRCA.
ഇതിലൂടെ ഏത് ജീവികളിൽ നിന്നാണ് പുതിയ സ്പീഷീസുകൾ ഉണ്ടായത് എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഒരു പോപ്പുലേഷനിലുള്ള ജീവികൾ പല കാരണങ്ങൾ കൊണ്ട് പല ഗ്രൂപ്പുകളായി ഐസൊലേറ്റ് ചെയ്യപ്പെടാം. കാലങ്ങൾ കഴിയുമ്പോൾ അവരിലെ DNA-യിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന് അവർക്ക് തമ്മിൽ റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെ അവർ പുതിയ സ്പീഷീസായി മാറുന്നു. ഇതിനെയാണ് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. എവല്യൂഷൻ സത്യമാണെന്ന് തെളിയിക്കാൻ ഒരുപാട് എവിഡൻസുകൾ സയൻസിലുണ്ട്. അതിലൊന്നാണ് മോളിക്കുലാർ ബയോളജി നൽകുന്ന എവിഡൻസുകൾ. നമ്മുടെ ബ്ലഡിലുള്ള പ്രോട്ടീനായ ഹീമോഗ്ലോബിനിലെ ബീറ്റാ ചെയിൻ അമിനോ ആസിഡുകൾ സയന്റിസ്റ്റുകൾ കമ്പയർ ചെയ്തു നോക്കി. മനുഷ്യനും ചിമ്പാൻസിയും കമ്പയർ ചെയ്തപ്പോൾ അമിനോ ആസിഡുകളിൽ യാതൊരു വ്യത്യാസവും കണ്ടില്ല. എന്നാൽ ഗൊറില്ലയുമായി 1ഉം എലിയുമായി 31 വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇത് കാണിക്കുന്നത് മനുഷ്യനും ചിമ്പാൻസിയും തമ്മിൽ വളരെ അടുത്ത എവല്യൂഷണറി ബന്ധമുണ്ടെന്നാണ്. മറ്റൊരു എവിഡൻസാണ് കമ്പാരിറ്റീവ് അനാറ്റമി. മനുഷ്യന്റെ കൈ, പൂച്ചയുടെ മുൻകാലുകൾ, തിമിംഗലത്തിന്റെ ഫ്ലിപ്പർ, ബാറ്റ് വിങ്സ് എന്നിവയുടെ സ്ട്രക്ചർ നോക്കൂ. ഇവയുടെ എല്ലാം പുറമേ നിന്നുള്ള കാഴ്ചയും ഫംഗ്ഷനും വ്യത്യാസമാണ്. എന്നാൽ ഉള്ളിലെ ബോൺ സ്ട്രക്ചർ എടുത്തു നോക്കിയാൽ എല്ലാം സമാനമാണ്. ഇത് അവർക്കൊരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്നു. അടുത്ത എവിഡൻസാണ് ഫോസിൽസ്. പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളെയാണ് നമ്മൾ ഫോസിൽസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ആർക്കിയോപ്റ്റെറിക്സ് എന്ന ഫോസിൽ. ഇതിന് റെപ്റ്റൈൽസിന്റെയും ബേർഡ്സിന്റെയും സ്വഭാവമുണ്ടായിരുന്നു. അതുപോലെ ഡൈനോസർ, മാമത്ത് പോലെയുള്ള ജീവികൾ പണ്ടുണ്ടായിരുന്നുവെന്നും ഫോസിൽസ് തെളിയിക്കുന്നു. എവല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും നടക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. RNA വൈറസുകൾ വളരെ വേഗത്തിൽ മ്യൂട്ടേഷൻ വഴി എവല്യൂഷൻ നടത്തുന്നവയാണ്. കോവിഡ് ഉണ്ടാക്കിയ ഡെൽറ്റ, ഒമിക്രോൺ വൈറസുകളെല്ലാം ഇത്തരത്തിൽ മ്യൂട്ടേഷൻ വഴി പെട്ടെന്ന് എവല്യൂഷൻ സംഭവിച്ചവയാണ്. ഇനി നമുക്ക് മനുഷ്യന്റെ എവല്യൂഷൻ അഥവാ ഹ്യൂമൻ എവല്യൂഷൻ എങ്ങനെയായിരുന്നുവെന്ന് നോക്കാം. മനുഷ്യരും കുരങ്ങന്മാരും എയ്പ്സുമെല്ലാം പ്രൈമേറ്റ്സ് എന്ന കോമൺ ഗ്രൂപ്പിലാണ് വരുന്നത്. ഈ പ്രൈമേറ്റ്സിനെ ആന്ത്രോപോയിഡിയ, ഹോമിനോയിഡിയ എന്നിങ്ങനെ പലതായി തിരിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ എവല്യൂഷനിൽ ഒരുപാട് ജീവികൾ വന്നു പോയിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ ലിങ്കായി കണക്കാക്കുന്ന ഫോസിൽ കിട്ടിയിട്ടുള്ളത് ആഫ്രിക്കയിലെ ചാഡിൽ നിന്നാണ്. പേര് സെഹലാന്ത്രോപ്പസ് ചാഡൻസിസ്. അതിന് വളരെ ചെറിയ ക്രേനിയൽ കപ്പാസിറ്റി, അതായത് 350 ക്യൂബിക് സെന്റിമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വന്നതാണ് ഓസ്ട്രലോപിത്തേക്കസ്. ഇവർ രണ്ടുകാലിൽ നടക്കാൻ അഥവാ ബൈപെഡലിസം തുടങ്ങിയവരാണ്. അടുത്തതായി ഹോമോ ഹാബിലിസ് വന്നു. ഇവർ കല്ലുകൾ കൊണ്ട് ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങി. കൂട്ടമായി ജീവിച്ചു. പിന്നീട് ഹോമോ ഇറക്ടസ് ഉണ്ടായി. അവർക്ക് 900 ക്യൂബിക് സെന്റിമീറ്റർ ക്രേനിയൽ കപ്പാസിറ്റി ഉണ്ടായിരുന്നു. തുടർന്ന് ഹോമോ നിയാൻഡർത്തലെൻസിസ് വന്നു. ഇവർ മരിച്ചവരെ കുഴിച്ചിരുന്ന ശീലമൊക്കെ ഉള്ളവരായിരുന്നു. ഏറ്റവും അവസാനം വന്നതാണ് നമ്മൾ, അഥവാ ഹോമോസാപ്പിയൻസ്. നമ്മൾ അഗ്രികൾച്ചർ തുടങ്ങി, മൃഗങ്ങളെ വളർത്തി, സിറ്റികളുണ്ടാക്കി, കൾച്ചർ ഡെവലപ്പ് ചെയ്തു. ഹ്യൂമൻ എവല്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി അഥവാ ക്രേനിയൽ കപ്പാസിറ്റി കൂടിയതാണ്. ബ്രെയിൻ സൈസ് കൂടിയപ്പോൾ മനുഷ്യർക്ക് ഭാഷ ഉപയോഗിക്കാനും ടൂൾസ് ഉണ്ടാക്കാനും കോംപ്ലക്സ് ആയ ചിന്തകൾക്കും കഴിഞ്ഞു. നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും നെർവസ് സിസ്റ്റമാണ്. നെർവസ് സിസ്റ്റത്തിന്റെ അടിസ്ഥാന യൂണിറ്റാണ് ന്യൂറോൺ അഥവാ നെർവ് സെൽ. ഒരു ന്യൂറോണിന് പ്രധാനമായും ഒരു സെൽ ബോഡി അഥവാ സൈറ്റോൺ ഉണ്ട്. ഇതിലാണ് ന്യൂക്ലിയസ് ഒക്കെ ഉള്ളത്. സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് നിൽക്കുന്ന ചെറിയ ഫൈബറുകളെ ഡെൻഡ്രോൺ എന്ന് വിളിക്കും. അതിന്റെ അറ്റത്തുള്ള ചെറിയ ബ്രാഞ്ചുകളാണ് ഡെൻഡ്രൈറ്റ്. മറ്റ് ന്യൂറോണുകളിൽ നിന്നും മെസ്സേജ് സ്വീകരിക്കുന്നത് ഈ ഡെൻഡ്രൈറ്റുകളാണ്. സെൽ ബോഡിയിൽ നിന്നുള്ള ഏറ്റവും നീളം കൂടിയ ഫൈബറിനെ നമ്മൾ ആക്സോൺ എന്ന് വിളിക്കുന്നു. ആക്സോണിന്റെ അറ്റത്തുള്ള ചെറിയ ബ്രാഞ്ചുകളെ ആക്സോണൈറ്റ് എന്ന് പറയും. ആക്സോണൈറ്റിന്റെ അറ്റത്ത് ഒരു ചെറിയ നോബ് പോലെയുള്ള ഭാഗമുണ്ട്. അതാണ് സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബിലാണ് അസറ്റൈൽ കൊളൈൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന കെമിക്കലുള്ളത്. ചില ന്യൂറോണുകളിൽ ആക്സോണിന് ചുറ്റും ഒരു കവറിംഗ് കാണാം. ഇതിനെ മൈലിൻ ഷീത്ത് എന്ന് പറയും. മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫാറ്റ് കൊണ്ടാണ്. നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഈ മൈലിൻ ഷീത്ത് ഉണ്ടാക്കുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന സെല്ലുകളാണ്. എന്നാൽ മറ്റ് നെർവ്സുകളിൽ ഇതുണ്ടാക്കുന്നത് സ്വാൻ സെല്ലാണ്. മൈലിൻ ഷീത്തിന്റെ പ്രധാന ജോലി മെസ്സേജുകളുടെ സ്പീഡ് കൂട്ടുകയും ന്യൂറോണിന് പോഷകങ്ങൾ നൽകുകയും ആക്സോണിന് പ്രൊട്ടക്ഷൻ നൽകുകയും ചെയ്യുക എന്നതാണ്. ബ്രെയിനിലും സ്പൈനൽ കോഡിലും മൈലിൻ ഷീത്ത് ഉള്ള ഭാഗങ്ങളെ നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് വിളിക്കും. മൈലിൻ ഷീത്ത് ഇല്ലാത്ത സെൽ ബോഡികളിരിക്കുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ന്യൂറോൺ മാത്രമല്ല, അവയെ സഹായിക്കാൻ ന്യൂറോഗ്ലയൽ സെൽസ് കൂടിയുണ്ട്. എപ്പൻഡൈമൽ സെൽ, ഒലിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലയൽ സെൽ, സ്വാൻ സെൽ, ആസ്ട്രോസൈറ്റ് എന്നിവയാണവ. ഇവയ്ക്ക് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. പകരം ന്യൂറോണുകൾക്ക് വേണ്ട ന്യൂട്രിഷൻ കൊടുക്കാനും വേസ്റ്റ് കളയാനുമാണ് സഹായിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ന്യൂറോണിലൂടെ മെസ്സേജ് പാസ് ചെയ്യുന്നതെന്ന് നോക്കാം.
നമ്മുടെ സെല്ലുകൾക്കെല്ലാം ഒരു ഇലക്ട്രിക് ചാർജുണ്ട്. സാധാരണ സമയത്ത് സെൽ മെംബ്രെയിനിന്റെ പുറത്ത് പോസിറ്റീവ് ചാർജും ഉള്ളിൽ നെഗറ്റീവ് ചാർജുമായിരിക്കും. ഒരു സ്റ്റിമുലസ് വരുമ്പോൾ പുറത്തുള്ള പോസിറ്റീവ് അയോണുകൾ ഉള്ളിലേക്ക് കയറും. അങ്ങനെ അവിടെ ഒരു താൽക്കാലിക ഇലക്ട്രിക് ചാർജ് വ്യത്യാസമുണ്ടാകുന്നു. അതാണ് നെർവ് ഇമ്പൾസായി മാറുന്നത്. ഒരു ന്യൂറോണിൽ നിന്നും അടുത്ത ന്യൂറോണിലേക്ക് മെസ്സേജ് പോകുന്ന ജംഗ്ഷനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുന്നത്. മെസ്സേജ് സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ അവിടെ നിന്നും ന്യൂറോ ട്രാൻസ്മിറ്റർ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസാകും. ഈ കെമിക്കൽ അടുത്ത ന്യൂറോണിലെ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിൽ ഉള്ള റിസെപ്റ്ററുകളിൽ വന്നു ചേരും. അപ്പോൾ അടുത്ത ന്യൂറോണിലും സ്റ്റിമുലേഷൻ ഉണ്ടായി ഇലക്ട്രിക് ചാർജ് വഴി മെസ്സേജ് പാസ് ചെയ്യും. സിനാപ്സുകൾ എപ്പോഴും മെസ്സേജിനെ ഒരു ദിശയിലേക്ക് മാത്രമേ കടത്തിവിടുകയുള്ളൂ. മെസ്സേജുകൾ കൊണ്ടുപോകുന്ന ദിശയനുസരിച്ച് ന്യൂറോണുകൾ പലതരമുണ്ട്. നമ്മുടെ റിസെപ്റ്ററുകളിൽ നിന്നും ബ്രെയിനിലേക്ക് മെസ്സേജ് കൊണ്ടുപോകുന്നത് സെൻസറി ന്യൂറോണാണ്. ബ്രെയിനിൽ നിന്നും തിരിച്ച് ഓർഗൻസിലേക്ക് നിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നത് മോട്ടോർ ന്യൂറോണാണ്. ഇവ രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ ബ്രെയിനിലും സ്പൈനൽ കോഡിലുമുള്ളതാണ് ഇന്റർന്യൂറോൺ. കുറേ ആക്സോണുകൾ കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് പൊതിഞ്ഞ് ഒന്നിച്ചു ചേർന്നാണ് നെർവ് അഥവാ ഞരമ്പുണ്ടാകുന്നത്. നെർവ്സും 3 തരമുണ്ട്: സെൻസറി നെർവ്, മോട്ടോർ നെർവ്, പിന്നെ രണ്ടും ചേർന്ന മിക്സഡ് നെർവ്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ പ്രധാനമായും രണ്ടായി തിരിക്കാം: സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ CNS, പിന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം അഥവാ PNS. CNSൽ ബ്രെയിനും സ്പൈനൽ കോഡുമാണ് ഉള്ളത്. ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ മെനിഞ്ചസ് എന്ന ഒരു 3 ലെയർ കവറിംഗ് ഉണ്ട്. ഇതിന്റെ ഉള്ളിലായി സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്നൊരു ഫ്ലൂയിഡ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ ഫ്ലൂയിഡാണ് ബ്രെയിനിനു വേണ്ട ഓക്സിജനും ന്യൂട്രിയൻസും കൊടുക്കുന്നതും പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നതും ഷോക്കിൽ നിന്നും രക്ഷിക്കുന്നതും. ഇനി നമുക്ക് ബ്രെയിനിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. നമ്മൾ ചിന്തിക്കുന്നതും ഓർമ്മിക്കുന്നതും ഇന്റലിജൻസും ഒക്കെ ഇവിടെയാണ്. രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. നമ്മുടെ ബോഡി ബാലൻസ് അഥവാ ഇക്വിലിബ്രിയം നിലനിർത്തുന്നത് ഇതാണ്. നമ്മുടെ ഹാർട്ട് ബീറ്റ്, ബ്രീത്തിംഗ്, വോമിറ്റിംഗ് എന്നിവയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. സെറിബ്രത്തിലേക്ക് പോകുന്ന മെസ്സേജുകളെ റിലേ ചെയ്യുന്ന സ്റ്റേഷനാണ് തലാമസ്. നമുക്ക് വിശപ്പും ദാഹവും ബോഡി ടെമ്പറേച്ചറുമൊക്കെ കൺട്രോൾ ചെയ്ത് ഹോമിയോസ്റ്റാസിസ് നിലനിർത്തുന്നത് ഹൈപ്പോതലാമസാണ്. കാഴ്ചയും കേൾവിയുമായി ബന്ധപ്പെട്ട മെസ്സേജുകളുടെ ഇനീഷ്യൽ അസസ്മെന്റ് നടത്തുന്നത് മിഡ് ബ്രെയിനാണ്. മുഖത്തെയും കണ്ണുകളിലെയും മസിൽസിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും ബ്രീത്തിംഗ് റേറ്റ് കൺട്രോൾ ചെയ്യുന്നതും പോൺസാണ്. ബ്രെയിനിലെ മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായി താഴേക്ക് നീണ്ടുനിൽക്കുന്ന ഭാഗമാണ് സ്പൈനൽ കോഡ്. നമ്മുടെ ശരീരത്തിൽ നിന്നും വരുന്ന മെസ്സേജുകൾ ബ്രെയിനിൽ എത്തിക്കുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും സ്പൈനൽ കോഡ് വഴിയാണ്. സ്പൈനൽ കോഡിന്റെ ഉള്ളിൽ സെൻട്രൽ കനാൽ എന്നൊരു ഭാഗമുണ്ട്. ഇതിലും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞു നിൽക്കുന്നു. CNSൽ നിന്നും പുറത്തേക്ക് പോകുന്ന നെർവ്സ് ചേർന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം അഥവാ PNS. ഇതിൽ ബ്രെയിനിൽ നിന്നും വരുന്ന 12 ജോഡി ക്രേനിയൽ നെർവ്സും സ്പൈനൽ കോഡിൽ നിന്നും വരുന്ന 31 ജോഡി സ്പൈനൽ നെർവ്സും ഇതിൽപ്പെടും. PNSൽ തന്നെ വേറൊരു സിസ്റ്റമുണ്ട്. അതാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഇതാണ്. ഇതിൽ സിമ്പത്തറ്റിക് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് 2 വിഭാഗമുണ്ട്. നമുക്ക് പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂട്ടുന്നതും സലൈവ കുറയ്ക്കുന്നതും സിമ്പത്തറ്റിക് സിസ്റ്റമാണ്. പിന്നീട് നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റ് കുറച്ച് പഴയപടിയാക്കുന്നതും ഡൈജഷൻ കൂട്ടുന്നതും പാരാസിമ്പത്തറ്റിക് സിസ്റ്റമാണ്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് റിഫ്ലെക്സ് ആക്ഷൻ. നമ്മുടെ കൈ അറിയാതെ ഒരു ചൂടുള്ള പാത്രത്തിൽ തൊടുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൈ വലിക്കില്ലേ? ഇത് വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യമായതുകൊണ്ട് ബ്രെയിനിലേക്ക് മെസ്സേജ് പോകാൻ കാത്തുനിൽക്കില്ല. സ്പൈനൽ കോഡ് തന്നെയാണ് ഇതിനുള്ള നിർദ്ദേശം കൊടുക്കുന്നത്. ഈ മെസ്സേജ് പോകുന്ന വഴിയെ നമ്മൾ റിഫ്ലെക്സ് ആർക്ക് എന്ന് വിളിക്കും. റിഫ്ലെക്സ് ആർക്കിൽ റിസെപ്റ്റർ, സെൻസറി ന്യൂറോൺ, ഇന്റർന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, മസിൽ എന്നിവ ഉൾപ്പെടുന്നു. മനുഷ്യരുടെ നെർവസ് സിസ്റ്റം ഇത്രയും വലുതാണെങ്കിൽ മറ്റു ജീവികളുടെ കാര്യമോ? ഹൈഡ്ര പോലെയുള്ള ചെറിയ ജീവികൾക്ക് ഒരു കൺട്രോൾ സെന്റർ അഥവാ ബ്രെയിൻ ഇല്ല. വെറും ഒരു ന്യൂറൽ നെറ്റ്വർക്ക് മാത്രമേ ഉള്ളൂ. പ്ലെനേറിയ എന്ന ജീവിക്ക് തലയുടെ ഭാഗത്ത് ഒരു ജോഡി ഗാംഗ്ലിയയാണുള്ളത്. എന്നാൽ ഇൻസെക്ട്സ് അഥവാ പ്രാണികളിലെത്തുമ്പോൾ തലയിലെ ന്യൂറോണുകൾ ചേർന്ന് കുറച്ചുകൂടി വ്യക്തമായ ബ്രെയിനായി മാറിയത് കാണാൻ സാധിക്കും. എവല്യൂഷൻ നടക്കുമ്പോൾ നെർവസ് സിസ്റ്റവും ഇത്രയും കോംപ്ലക്സായി മാറുന്നുവെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. മനുഷ്യരുടെ സെറിബ്രൽ കോർട്ടെക്സിലുള്ള നിയോ കോർട്ടെക്സ് എന്ന സങ്കീർണമായ ഭാഗമാണ് നമ്മളെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. ഇതിൽ ഏകദേശം 16 ബില്യൺ ന്യൂറോണുകളുണ്ട്. ഭാഷ സംസാരിക്കാനും തീരുമാനങ്ങളെടുക്കാനും ക്രിയേറ്റീവായി ചിന്തിക്കാനുമൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഈ നിയോ കോർട്ടെക്സിലെ സിനാപ്സുകളാണ്. കൂട്ടുകാരെ,
ഇന്ന് നമ്മൾ എവല്യൂഷൻ എന്ന വലിയൊരു ടോപ്പിക്കും നമ്മുടെ നെർവസ് സിസ്റ്റമും വളരെ ഡീറ്റെയിലായി പഠിച്ചു. ഡാർവിനിസം, ഫോസിൽസ്, സ്പീസിയേഷൻ, ഹ്യൂമൻ എവല്യൂഷൻ, ബ്രെയിനിന്റെ സ്ട്രക്ചർ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തു. ഇതൊക്കെ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. അവസാനമായി കൂട്ടുകാർക്ക് ചിന്തിക്കാനൊരു ചോദ്യം ചോദിക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭാവിയിൽ മനുഷ്യന്റെ ബ്രെയിനിനൊരു വെല്ലുവിളിയാകുമോ? കമന്റ് ചെയ്യൂ.